ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ ആട്ടോ. ഇതായിരുന്നു നമ്മുടെ കോട്ടേജ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. നമ്മളിവിടെ രാവിലെ വെയിൽ കൊള്ളാൻ വേണ്ടി പാർക്കിൽ വന്നത്. പകലൊക്കെ നല്ല വെയിലാണ്. വൈകിട്ട് രാവിലെ എണീക്കുമ്പോഴും ഒരു ഈവനിങ് തൊട്ടും നല്ല തണുപ്പാണ്. പകലൊക്കെ നമുക്ക് കറങ്ങാൻ പോകാനൊക്കെ നല്ല സുഖമാണ്. നല്ല വെയിലും ഉണ്ട്, തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ടോയ് ട്രെയിനാണ് കേട്ടോ. ഇന്നത്തെ ഹൈലൈറ്റ് ടോയ് ട്രെയിനാണ്. ഊട്ടിയിൽ വന്ന ടോയ് ട്രെയിൻ കയറണമല്ലോ. നമ്മൾ ആദ്യം വിചാരിച്ചത് അതെ, ഇന്നലെ അമ്മാളൂന് ബോട്ടിംഗ് ആയിരുന്നു, ഇന്ന് ടോയ് ട്രെയിൻ. അക്കുതേ ഫ്രഷ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അക്കു ഭയങ്കര ഉറക്കക്കാരിയാണ്. അവൾ നമ്മൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉച്ച വരെയും കിടന്ന് ഉറങ്ങിക്കോളും. വിളിച്ചു കഴിഞ്ഞാൽ എണീറ്റ് പോരും കേട്ടോ. അപ്പോൾ അവിടെ ചെറുതായിട്ട് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവർ കളിക്കുകയാണ്. പിന്നെ അഡൾട്ട്സിനും അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനും വിശ്രമവേളകൾ ആനന്ദകര മക്കളുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഊഞ്ഞാലൊന്നും നമ്മുടെ വീട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊഞ്ഞാലാടാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ റിസോർട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഊഞ്ഞാലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ അവസരത്തിലല്ലേ ഇതൊക്കെ മുതലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി ആണ്, എല്ലാ റിസോർട്ടിലും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം സമയമായി, നമ്മൾ വെയിൽ കൊണ്ടിരിക്കും. ഇത് നമുക്ക് നേരെ റൂമിൽ പോയി റെഡി ആവാം. നമ്മളങ്ങനെ റെഡിയായി ഇറങ്ങി. ഇനി നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമ്മളിവിടുന്ന് ബസ്സിന് പോയിട്ട് ടോയ് ട്രെയിൻ നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫുള്ളാണ്, വണ്ടിയൊക്കെ ഫുള്ള്. അപ്പോൾ എവിടെയെങ്കിലും സേഫായി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബസ്സിൽ കയറി പോകണം. ആർ യു റെഡി? എക്സൈറ്റഡ് ആണ് ടോയ് ട്രെയിനിൽ കയറാൻ. ഫൈനലി ഇതേ നമ്മൾ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനാണിത് കേട്ടോ. ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവും, കാരണം പഴയ റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് പണിതിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതിൻ്റെ എല്ലാ സ്റ്റോപ്പുകളും നമ്മൾ സാധാരണ ട്രെയിൻ പോണ പോലത്തെ പ്ലാറ്റ്ഫോം, വലിയ പ്ലാറ്റ്ഫോമോ റെയിൽവേ സ്റ്റേഷനോ അങ്ങനെയൊന്നുമല്ല. ചെറിയ സ്റ്റേഷൻസ് ആണ്. അപ്പോൾ ഇത് പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഇതുപോലുള്ള ട്രെയിനാണ്, ഇതാണ് ടോയ് ട്രെയിൻ കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ളത് തന്നെയാണ്. ഇത് തിരിച്ചു വരണം. ആകെ 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ, 1, 2, 3 അങ്ങനെ 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഇവിടെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. കൂനൂർ മുതൽ നമ്മൾ ഊട്ടിക്കാണ്, ഉദകമണ്ഡലം അവിടെയാണ് സ്റ്റോപ്പ്. അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ 1 hour ആണ് നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലെ നമ്മൾ വന്ന പോലെയുള്ള ടൂറിസ്റ്റുകൾ മാത്രമാണ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽസ് ഒന്നും ഈ ട്രെയിനിൽ പോവില്ല. അപ്പോൾ നമുക്ക് പോകാനുള്ള ടൈമായി. നമ്മൾ കയറാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എല്ലാവരും. ടോയ് ട്രെയിൻ എങ്ങനെയാണ് പോവുക, അങ്ങനെ ഒരു നമ്മൾ സിനിമയിലല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോണത്. അപ്പോൾ സിനിമയിലാണല്ലോ നമ്മൾ ഈ ടോയ് ട്രെയിൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ള ഈ ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ ടോയ് ട്രെയിൻ കാണുമ്പോൾ. എന്തോ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിനിൽ കയറി. ചിപ്സ് സ്റ്റാർട്ട് ചെയ്തു. ടോയ് ട്രെയിൻ ഇങ്ങനെ ആദ്യമായി ഊട്ടിയിൽ വന്നിട്ട് ടോയ് ട്രെയിൻ. പണ്ടത്തെ ഇംഗ്ലീഷുകാരനെ അതല്ല അപ്പൊ ഞാൻ അവിടെ ഊട്ടിപ്പട്ടണൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും സ്ലോവിലാണ് പോണെന്നുള്ളത്. നമ്മളിങ്ങനെ ട്രെയിനിൽ നിന്ന് വിചാരിക്കുമ്പോൾ അത്രയും സ്പീഡാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്പീഡേ അല്ല, നമ്മൾ സൈക്കിൾ പോകുന്ന അത്രയും സ്ലോയിലാണ് ട്രെയിൻ പോണത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത്. ഫസ്റ്റ് ക്ലാസ്സും പിന്നെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആകെ 6 ബോഗിയിട്ടേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഈ ഒരു ഫസ്റ്റ് ബോഗി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ജനറൽ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ നന്നായിട്ട് കിട്ടും. അപ്പോൾ സൈഡിൽ കൂടെ കണ്ടോ കൽക്കരി എഞ്ചിൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റാത്ത സംഭവങ്ങളാണല്ലോ ഈ ആവി എഞ്ചിനൊക്കെ, കണ്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ടിലിരുന്ന് കാരണം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി കേട്ടോ. ഇതെങ്ങനെയാണ് പോണേന്നുള്ളത് സ്പീഡ് വോയിസ് ഒന്നും കളയാതെ കാണിച്ചു തരാം. അയ്യോ വേണ്ട.
കണ്ടോ, അതെ ഇത്രയും സ്ലോയിലാണ് ട്രെയിൻ പോണത് കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ നിർത്തി. സ്റ്റേഷനൊക്കെ അതേ ഭയങ്കര ചെറിയ സ്റ്റേഷൻസ് ആണ്. ഇവിടെ അങ്ങനെ ലോക്കൽസിന്റെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഓൺലി ടൂറിസ്റ്റ് മാത്രം പോകുന്നതാണ് ഈ ടോയ് ട്രെയിൻ. കാരണം അവർക്ക് സാധാ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും സ്പീഡിൽ പോവാലോ, ബസ്സിലോ കാറിലോ ബൈക്കിലൊക്കെ നല്ല സ്പീഡിൽ പോവാലോ. ഈ ട്രെയിൻ ഭയങ്കര സ്ലോയിലാണ് പോവുക. അത് ഇവിടെ അങ്ങനെ പറ്റുള്ളൂ. അറിയാലോ, ഊട്ടി ഹൈ റേഞ്ചിലൊക്കെ സാധാ ട്രെയിനൊന്നും ഓടിക്കാൻ അലൗഡ് അല്ല, ഈ ഒരു ട്രെയിൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോയിൽ പോണേ. പിന്നെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രെയിൻ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ജെർക്കിങ്ങാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ പോണേ കേട്ടോ. അത്രയാണ്, ഈ ഒരു ഘടനയ്ക്ക് അനുസരിച്ചാണ് ഇങ്ങനെയായിട്ട് ട്രെയിൻ പോണത്. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ഈ സൈഡിലെ വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ട്രെയിനാണിത്. ഇതേ സൈഡിലൊക്കെ ഇതുപോലെയുള്ള യൂക്കാലിപ്റ്റസും സൈപ്രസും നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സൈഡിൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ നല്ല രസമാണ്. നമുക്കിങ്ങനെ പുറത്തേക്ക് കൈ ഇട്ടാലും തല ഇട്ടാലും അത് പ്രശ്നമില്ല, കാരണം ഭയങ്കര സ്ലോയിലല്ലേ പോണേ. അപ്പോൾ സൈഡിൽ വല്ല പോസ്റ്റോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വെളിയിലേക്കൊക്കെ തലയിട്ട് ഇങ്ങനെ നല്ല രസത്തിൽ ആസ്വദിച്ചിട്ട് തന്നെ പോവാം. ഞാൻ കുറേ സമയം ഇങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. എല്ലാവരും സൈഡിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പുറത്തേക്ക് കൈ തലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്. അപ്പം അതെന്താന്ന് നോക്കുകയാണ്. എന്താ വെച്ചെങ്കിൽ ഫ്രണ്ടിൽ റെയിലിൽ ഇങ്ങനെ 1-2 പശുക്കൾ ഇതേ കണ്ടോ ഇറങ്ങി നടക്കുക. അവർക്ക് യാതൊരു കൂസലുമില്ല. അപ്പോൾ വണ്ടി ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ സ്ലോയിൽ വരുന്ന കാരണം നിർത്താലോ, അവർക്കത് ആദ്യമായിട്ടുള്ള അനുഭവമല്ല. ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ വണ്ടി നിർത്തി ഹോണടിച്ച് അതിനിങ്ങനെ മാറ്റും. അപ്പോൾ ഈ പശുക്കൾ നമ്മുടെ കൂടെ കളിക്കുക കേട്ടോ. അത് ട്രെയിനിൻ്റെ കൂടെ ഓടി വരികയാണ്. സൈഡിൽ നിന്ന് മാറണമൊക്കെ ഉണ്ട്, പിന്നെ ട്രെയിനിൻ്റെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 അവർ തീരാറായി. ഈ 1 അവറിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഓരോ ഏരിയകൾ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. 2 സൈഡിൽ ഇങ്ങനെ ഫുള്ള് മരങ്ങളായിട്ടുള്ള ഏരിയ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾ, അങ്ങനെ 1 അവറിൽ തന്നെ നമുക്കിങ്ങനെ മാറി മാറി വ്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പം അതെല്ലാം ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 1 അവർ കഴിയുമ്പോഴത്തേനും നമ്മൾ ഊട്ടിയിലേക്ക് ഇതേ അടുക്കാറായി. ഓരോരോ ചെറിയ ചെറിയ ടൗണുകൾ അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ കണ്ടു തീർക്കാനായിട്ട് പറ്റും. അപ്പം 5 മണിക്കൂർ വേണമെന്നില്ല. അപ്പം അങ്ങനെ ദേ നമ്മൾ ഊട്ടി തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ യാത്ര അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പൊന്നിറങ്ങ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി എക്സിറ്റിലോട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഇനി തിരിച്ചു പോകാനുള്ള ഓരോ തിരക്കാണ് കേട്ടോ. നമ്മൾ വന്ന ഈ ട്രെയിൻ തന്നെ തിരിച്ചു പോകും. നന്നായി ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ടോയ് ട്രെയിനൊക്കെ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവർ കയറുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിയണയുടെ സൈഡിൽ തന്നെ ഒരു റെയിൽ മ്യൂസിയം ഉണ്ട്. അപ്പൊ അവിടെയും കൂടെ കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഫുള്ള് പഴയ ഇങ്ങനെ വാട്ടർ ടാങ്ക്, അതുപോലെ ഇതിന്റെ എഞ്ചിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കൂനൂർ പാലക്കാട് റൂട്ടായിരുന്നു ആദ്യം ഓടിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ എഞ്ചിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയ ആളുടെ ഫോട്ടോ, ഫസ്റ്റ് ട്രെയിൻ ഓടിച്ച ആളുടെ ഫോട്ടോ, അങ്ങനെ ഫുള്ള് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കാറിൽ കയറി പറ്റി. 1 അവർ ടോയ് ട്രെയിൻ യാത്ര. എങ്ങനെയുണ്ടായിരുന്നു ടോയ് ട്രെയിൻ യാത്ര? നല്ല വെച്ചിട്ടുണ്ടായിരുന്നു. 1 അവർ ചുണ്ട് പൊട്ടിയോ? എല്ലാവർക്കും ഭയങ്കര ടാൻ അടിച്ച് ഡ്രൈ ആയി. 3 ദിവസമായില്ലേ. നമ്മുടെ ശരിക്കും പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ ട്രെയിനിൽ വരാനായിരുന്നു പ്ലാൻ. അപ്പോൾ മേട്ടുപ്പാളയം വരെ ട്രെയിനിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടോയ് ട്രെയിൻ. അപ്പോൾ അതൊരു 5 hours എടുക്കും ടോയ് ട്രെയിന്. നമ്മൾ കയറുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 അവർ ഇത് കറക്റ്റ് ടൈമാണ്. 1 അവർ നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സമയം. പിന്നെ നമുക്ക് ബോറടിക്കും. മേട്ടുപ്പാളയത്ത് നിന്ന് ഇങ്ങോട്ട് 5 hours നമ്മൾ ടോയ് ട്രെയിനിലിരിക്കണം. അങ്ങനെയാണ് ട്രെയിനിൽ വരുമ്പോൾ. അപ്പോൾ അത് ഇച്ചിരി ബോറടി, കാരണം സ്ലോവിലല്ലേ പോണേ. 1 hour ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ടയർഡാവും, ക്ഷീണമാവും, പിന്നെ ഉറങ്ങും. അപ്പോൾ അതിനും നല്ലത് കറക്റ്റ് ഈ ഒരു പ്ലാനായിരുന്നു നല്ലത്. നമ്മൾ വണ്ടിക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് 1 മണിക്കൂറിന് വേണ്ടി നമ്മൾ ബസ് എടുത്ത് പോയിട്ട് 1 അവർ അവിടെ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ഊട്ടി ട്രിപ്പ്
ഇവിടെ തീർന്നിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. എന്തേ ഇനി ഇരിക്കണോ? തണുപ്പുള്ള കാരണം ഇവിടുന്ന് പോകാൻ തോന്നില്ല. ചെന്നൈയിൽ സമ്മതമാണല്ലോ. ഇത് നമുക്ക് നാട്ടിൽ പോകല്ലോ അടുത്ത മാസം. അയ്യോ നാട്ടിൽ ഇവരുടെ എക്സാമും ഏപ്രിൽ ഇവർക്ക് തുറന്നിട്ട് 1 month ഫുൾ ക്ലാസ്. ഫസ്റ്റ് പീരിയോഡിക്കൽ അസസ്മെന്റ് എക്സാം ഒക്കെ വെച്ചിട്ടാണ് ഇവർക്ക് വെക്കേഷൻ കൊടുക്കുന്നത്. എന്തിനാല്ലേ അങ്ങനെ? അപ്പൊ അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഗോയിങ് ടു ചെന്നൈ. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയോ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കമന്റ് ചെയ്യല്ലേ.